ഹലോ, ഇതൊരു മൾട്ടിവുഡിൻ്റെ പീസാണ്. അപ്പോൾ ഇത് നമുക്കൊരു 3 പീസായിട്ട് കട്ട് ചെയ്യണം. ഒരു ഏകദേശം ഈ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലില്ല, അതിൻ്റെയൊക്കെ ഒരു അളവിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ 2 എണ്ണം എടുത്തിട്ട് അതിൻ്റെ അരികൊന്ന് ചെറുതായിട്ട് ചെരിച്ച് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചെറിയൊരു പീസ് കൊടുക്കുക. അതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. ഇനി അതൊന്ന് ക്വിക്ക് ഫിക്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യാനാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മളിതൊരു ചെറിയ ബോർഡ് പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിലോ വീട്ടിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പീസ് മൾട്ടിവുഡും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ ഇങ്ങനെ അകന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 3ാമത്തെ പീസ് നമ്മൾ നല്ലപോലെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്താ വെച്ചാൽ പുറകിലോട്ട് ഇങ്ങനെ സപ്പോർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ഈ മേൽഭാഗത്ത് മാത്രം കുറച്ച് പശ തേച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രെയിം നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ഇതിനൊരു ബോർഡ് പോലെ ചെയ്തെടുക്കണമല്ലോ, അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടെ ഫ്രണ്ടിലൊരു സ്റ്റാൻഡും കൂടെ വെച്ച് കൊടുക്കാം. അതും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കളർ ചെയ്യണം. ഞാനിപ്പോൾ വെറുതെ ഫാബ്രിക് കളർ ബ്രൗൺ കളർ അടിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചധികം ചെയ്തായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കുറേ തടിയുടെ പോലെ ടെക്സ്ചറൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. വെറുതെ ബ്രൗൺ കളർ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിനും വേണേൽ നമുക്ക് മൾട്ടിവുഡ് ഉപയോഗിക്കാം. ഇപ്പം മൾട്ടിവുഡ് ഇത് അധികം ഉണ്ടാക്കേണ്ടത് കൊണ്ട് വെറുതെ അത്രയും സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ കാർഡ്ബോർഡ് എടുത്തതാണ്. അപ്പോൾ നമ്മളിത് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുമല്ല, വെറുതെ മാർക്ക് ചെയ്യണം. അതായത് ഈ കാർഡ്ബോർഡിൻ്റെ ചെറിയ തിക്നെസ് ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി എടുക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോളിൻ്റെ SH ഉണ്ടല്ലോ, അതാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണേ. അത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി അതിൻ്റെ ഫ്രണ്ടിലൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറും കൂടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ബോർഡ് കിട്ടും. ഇനി എനിക്കൊരു ബേസ് വെക്കണം. അപ്പോൾ അതിനും ഞാൻ കാർഡ്ബോർഡ് തന്നെ എടുത്തു. നമ്മൾ ആദ്യം ഒട്ടിച്ചതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതും നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. SH പശയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പശ തേച്ച് വെക്കുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും. ഇനി നമുക്ക് ഇതൊരു ചോക്ക് വെച്ചിരുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഓരോ ക്ലാസ്സുകാർക്കും ഇങ്ങനെ ബെസ്റ്റ് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ ക്ലാസ്സിനും നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടോ സ്കൂളിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തപ്പം. ഇതുപോലെ തന്നെ നമുക്ക് ടൈം ടേബിളൊക്കെ ചെയ്യാനും പറ്റും. ക്ലാസ്സിലേക്ക് ടൈം ടേബിൾ ഉണ്ടല്ലോ കുട്ടികളുടെ. ഇപ്പോൾ ഇതേ മോന് വേണ്ടിയിട്ട് ചെയ്തെടുത്താൽ ഫുള്ള് മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കണേ.